ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ട ഓരോ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, നീ സഹായിക്കണമേ. കർത്താവെ, യാക്കോബിനെ നയിച്ചതുപോലെ നീ ഞങ്ങളെയും നയിക്കണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 27-ാം വചനം ഇങ്ങനെ പറയുന്നു: കുട്ടികൾ വളർന്നു, ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി. യാക്കോബ് ശാന്തനായിരുന്നു, അവൻ കൂടാരങ്ങളിൽ പാർത്തു. ഉൽപ്പത്തി 25:31 ഇങ്ങനെ പറയുന്നു: യാക്കോബ് പ്രതിവചിച്ചു, ആദ്യം നിൻ്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതരിക. ഉൽപ്പത്തി 27:11 വചനം ഇങ്ങനെ കാണുന്നു: യാക്കോബ് അമ്മ റെബേക്കയോട് പറഞ്ഞു, ഏസാവ് ശരീരമാകെ രോമമുള്ളവനാണ്, എന്നാൽ എൻ്റെ ദേഹം മിനുസമുള്ളതാണ്. പിതാവ് എന്നെ തൊട്ടു നോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക. നമുക്കറിയാം, ഈ യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്നൊരു കൊടും ചതിയനായിട്ടാണ്. യാക്കോബ് ഒരു കൊടും ചതിയനാണ്, ഓപ്പർച്യൂണിസ്റ്റാണ് എന്നൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും അവസരവാദിയാണ്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ യാക്കോബ് സ്ഥാനം കൈക്കലാക്കുന്നവരാണ്. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം, ജേക്കബ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്ഥാനം കൈക്കലാക്കുന്നവനെന്നാണ്. സ്ഥാനം കൈക്കലാക്കുന്നവൻ. പക്ഷേ യാക്കോബിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. യാക്കോബിൻ്റെ ആദ്യത്തെ ഒരു സ്വഭാവം ഇതാണ്: യാക്കോബ് ശാന്തനായിരുന്നു. ഉൽപ്പത്തി 25-27 പഠിപ്പിക്കുന്നതാണ് യാക്കോബ് ശാന്തനായിരുന്നു. 25-35 പഠിപ്പിക്കുന്നത് ഓപ്പർച്യൂണിസ്റ്റാണ്. ഇനി നല്ല ലോജിക്കുള്ളൊരു വ്യക്തിയാണ്. കാരണം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ വരുമരാഴിയെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്ന നല്ല ലോജിക്കുള്ളൊരു വ്യക്തിയാണ്. അതാണ് ഉൽപ്പത്തി 27:11-12 വചനങ്ങൾ പറയുന്നത്: ഏസാവ് രോമമുള്ളവനാണ്, ഞാൻ മിനുസമുള്ളവനാണ്, അപ്പൻ എന്നെ തൊട്ട് നോക്കി മനസ്സിലാവും. അത് നല്ല ലോജിക്കായിട്ട് ആൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതിനെല്ലാം തുടക്കം യാക്കോബ് ശാന്തനായിരുന്നു. സൈലൻസ്, ഇതായിരുന്നു ഈ യാക്കോബിൻ്റെ ബലമെന്ന് പറയുന്നത്. സൈലൻ്റ് ആയിരുന്നു ആൾ, ശാന്തനായിരുന്നു. ഭയങ്കര ഒരു വൈബ്രൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കൊട്ടിഘോഷിക്കലോ അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾ ഭയങ്കര ശാന്തനായിരുന്നു. ശരിക്കും നമ്മുടെ സ്വഭാവം ഇതുപോലൊരു ശാന്തതയിലേക്ക് വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ യാക്കോബ് അനുഗ്രഹം വാങ്ങിച്ചെടുത്തതുപോലെ തന്നെ നമുക്കും ദൈവത്തിൽ നിന്ന് പല അനുഗ്രഹങ്ങളും വാങ്ങിച്ചെടുക്കാനുള്ള ഒരു കൃപയിലേക്ക് നമ്മൾ പയ്യെ നയിക്കപ്പെടും. കാരണം ഏസാവിൻ്റെ സ്വഭാവം അറിയാം. സമർത്ഥനായിരുന്നു, കൃഷിക്കാരനായിരുന്നു, നായാട്ടുകാരനാണ്. അപ്പം ഈ ഏസാവിനെ സംബന്ധിച്ചിടത്തോളം ഏസാവിന് കടിഞ്ഞൂൽ പുത്ര അവകാശമുണ്ട്. പക്ഷേ ഈ ഒരു അവകാശത്തെയൊക്കെ ഒട്ടും വിലയില്ലാത്തവനായി കരുതിയതാണ്. കാരണം ഒരു നേരത്തെ ഒരു പായസത്തിന് വേണ്ടി, ഒരു പരിപ്പ് പായസത്തിന് വേണ്ടി ഈ ആ കടിഞ്ഞൂൽ അവകാശം വിട്ടുകൊടുത്തവനാണ്. യാക്കോബ് ഭയങ്കര സ്മാർട്ടായിരുന്നു. യാക്കോബ് ശാന്തനായിരുന്നു, അനലൈസ് ചെയ്ത് ഇപ്പം ശാന്തരായിരിക്കുന്നവരുടെ ഒരു സ്വഭാവമുണ്ട്. അവർ ഭയങ്കര അനലൈസറായിരിക്കും. അവരിങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് വീക്ഷിക്കുന്നവരായിരിക്കും. അവരുടെ ഒത്തിരി പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഒരു മൈൻഡ്ഫുൾനെസ് ആയിരിക്കും. കാരണം മൈൻഡ് അവരുടെ ഫ്രീ ആയിരിക്കും, മനസ്സ് ഭയങ്കര സ്വസ്ഥമായിരിക്കും. അതുകൊണ്ട് അവർക്ക് എന്ത് കാര്യവും ഏത് സമയത്തും അവരുടെ ഉള്ളിലേക്ക് അത് പയ്യെ ഇങ്ങനെ ഗ്രാസ്പ് ചെയ്തെടുക്കാനും ഇങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കാനും, അതുപോലെ പെട്ടെന്ന് അവർ വയലൻ്റ് ആവത്തില്ല, ശാന്തരായിരിക്കും, എപ്പോഴും ശാന്ത. കാരണം അവരുടെ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു കാര്യം അവരെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല, ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുന്നവർ. പിന്നെ അവരുടെ ഒരു സ്വഭാവം ഇതാണ്, ഒരു സെൽഫ് അവെയർനെസ്. അവരെക്കുറിച്ച് തന്നെ വ്യക്തമായ ഒരു ബോധ്യം അവർക്കുണ്ടാകും.
കാരണം നമ്മളിപ്പം സൈലൻ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ജീവിതത്തിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ എബിലിറ്റി ദൈവം ഇട്ടിട്ടുണ്ട്, നമുക്ക് എന്തിനൊക്കെ കഴിവുണ്ട്, അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ പോരായ്മകൾ എവിടേക്കാണ്, എവിടാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്, എവിടാണ് പരിഹരിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എവിടാണ് മാറ്റം വരുത്തേണ്ടത്, ഈ രീതിക്ക് പോയാൽ ശരിയാകുമോ, ഈ രീതിക്ക് മാറ്റം വരുത്തണം. ഒരു സെൽഫ് അവെയർനെസ്. അതിന് സൈലൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് എന്താ ഇൻബിൽട്ട് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ തന്നെ സാധനം വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് അവെയർനെസ്സിലേക്ക് പയ്യെ 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 നമ്മളും മാറ്റപ്പെടും. അടുത്തൊരു സാധനം, ശാന്തരായിരിക്കുന്നവർക്ക്, ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരു സംഭവം ഉള്ളത്, അവരുടെ ബ്രെയിൻ എപ്പോഴും സ്റ്റിമുലേറ്റഡ് ആയിരിക്കും, ഭയങ്കര ഷാർപ്പായിരിക്കും അവർ. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഒരു ബിസിനസ് സംസാരിക്കാൻ വേണ്ടി മാർക്കറ്റിങ്ങിലുള്ള ഞങ്ങൾ രണ്ടുപേര് ചെന്നു. ഇപ്പം എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാനൊരു കസ്റ്റമറുമായിട്ട് ആദ്യം ഒന്നും അങ്ങോട്ട് പറയില്ല, ഞാൻ സംസാരിക്കില്ല. കാരണം കസ്റ്റമർ കംപ്ലീറ്റ് കാര്യങ്ങളും ഇങ്ങോട്ട് പറയും. എന്താണ് അവരുടെ ആവശ്യം, ഇതാണ് ദിസ് ഇസ് ദ നീഡ്, ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്, ഇതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് അവരെ കേൾക്കും. അപ്പം ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേര് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലൊരു മാർക്കറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ സൈലൻ്റാണ്, ഇങ്ങനെ മിണ്ടാതിരിക്കും, അവസാനമേ ഞാൻ എന്തെങ്കിലും പറയത്തുള്ളൂ. അപ്പം എൻ്റെ കൂടെ വന്ന ആൾ ഭയങ്കര ടോക്കറ്റീവാണ്. അപ്പോൾ ആൾ ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് സംഭവം ബാക്കി കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അങ്ങ് പോകും. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം ഇങ്ങനെ എന്തോ ഒരു വലിയൊരു വർക്കിൻ്റെ ഒരു കേസാണ്, ഒരു കാര്യം അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഞാൻ ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. പക്ഷേ ഓപ്പോസിറ്റ് ഇരുന്ന ആളൊരു വൈദികനാണ്, നല്ല ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു വൈദികനാണ്. കാരണം സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഡയറക്ടേഴ്സായിട്ടൊക്കെ ഇരുന്ന് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു വൈദികനാണ്. എല്ലാം കഴിഞ്ഞ് സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ആ വൈദികൻ എൻ്റെ മുഖത്തോട് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇപ്പം നീ മനസ്സിൽ ചിന്തിച്ചില്ലേ, ആ കാര്യമാണ് എനിക്ക് വേണ്ടത്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയോളാൻ പറഞ്ഞു. ഞാനങ്ങ് പെട്ടെന്ന് വണ്ടറായിപ്പോയി. കാരണം ഇപ്പം നീ മനസ്സിൽ ചിന്തിച്ചില്ലേ. അപ്പം ഈ വൈദികൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്, ഇതിങ്ങനെ ഇങ്ങനെ 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 ഇതാണ് ഇവരുദ്ദേശിക്കുന്നത്, ഇവിടെ അത് വേണം, അവിടെ അത് വേണം. പക്ഷെ നമ്മളൊന്നും മിണ്ടിയിട്ടില്ല, നമ്മളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ കംപ്ലീറ്റ് നമ്മുടെ മനസ്സിലൊരു സ്ട്രക്ചർ ഔട്ടായി. ആ സമയമെല്ലാം എൻ്റെ കൂടെ വന്നവർ അവർ പടപടാന്ന് അവർ സംസാരിക്കുകയാണ്, അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇങ്ങനെ വെക്കാം, അങ്ങനെ വെക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം ആ വൈദികൻ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതായത് നീ ഇപ്പം മനസ്സിൽ ചിന്തിച്ചില്ലേ, ആ കാര്യം എനിക്ക് വേണ്ടത്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു കൊട്ടേഷൻ കാര്യങ്ങൾ റെഡിയാക്കി തരാൻ പറഞ്ഞു. ഇതാണ് ഒരു ശാന്തതയ്ക്ക് കിട്ടുന്നൊരു റിവാർഡ്. പിടികിട്ടി? ഒരു ശാന്തതയ്ക്ക് കിട്ടുന്ന ഒരു റിവാർഡ് ഇതാണ്. കാരണം നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ചിന്തയെ ഷാർപ്പാക്കാൻ പറ്റും, ഇമാജിനേഷനിലേക്ക് പെട്ടെന്ന് നമ്മളെ എത്തിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്ന ഒരു ഏറ്റവും വലിയൊരു ഗുണം, സ്ട്രെസ് ഫ്രീ ആണ്. നമ്മുടെ മൈൻഡിൽ സ്ട്രെസ് ഉണ്ടാവില്ല, നമുക്കൊട്ടും സ്ട്രെസ്സില്ല. ഒരു ശാന്തരായിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ട്, ഇന്ന കാര്യത്തിൽ മാത്രമേ ഇടപെടാവുള്ളൂ, ഇന്ന കാര്യത്തിൽ ഇടപെടരുത്. നമ്മുടെ മൈൻഡിൽ സ്ട്രെസ്സ് കയറുന്ന മുഴുവൻ നമ്മൾ ഇടപെടാത്ത കാര്യത്തിൽ, അതായത് ഞാൻ ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് എടുക്കണ്ട, അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ചെന്ന് തലയിടും. അത് ചിലപ്പോൾ വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമായിരിക്കും, അല്ലെ വേറൊരാൾ നോക്കേണ്ട കാര്യമായിരിക്കും. അതിനകത്ത് ചെന്ന് നമ്മൾ തലയിട്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ടാത്ത സ്ട്രെസ്സ് നമ്മൾ തലക്കകത്ത് കയറ്റി വയ്ക്കും. എന്തിനാ ഈ വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിടുന്നത്? എന്നിട്ട് അത് നമ്മളെ കടിക്കും. എന്നിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയും, കർത്താവെ കടിച്ചു, പാമ്പിനെ കടിച്ചു. കർത്താവ് ചോദിക്കും, നിനക്ക് കണ്ണ് തന്നിരിക്കുന്നത് എന്തിനാടാ പൊട്ട, ഈ വേലിയെ കിടക്കുന്ന പാമ്പിനെ നീ എന്തിനടുത്ത് തോളത്തിട്ടേന്ന് ചോദിക്കും. എന്തിനാ നമ്മൾ ഈ വയ്യാവേലിക്ക് പോണത്? ഇനി ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ തമ്മിൽ ആത്മീയമായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരു പ്രശ്നവുമില്ല. അത് ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഞങ്ങൾ തമ്മിൽ ഒരു വിഷയമില്ല. 6 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എന്നും പോയിട്ട് അടിയുണ്ടാകും, പൊരിഞ്ഞ വഴക്കുണ്ടാക്കും. തല്ലത്തൊന്നുമില്ല കേട്ടോ, ഇതുവരെ അങ്ങനെ കൈ നീട്ടിയിട്ടൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും. പക്ഷേ നന്നായിട്ട് ചീത്ത പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് പിണങ്ങിയിരിക്കും. പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ് ഞങ്ങളുടെ മരുഭൂമി അനുഭവം.
പിന്നെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റത്തില്ല, പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റത്തില്ല, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 2 മാസം ഇങ്ങനെ മരുഭൂമി കൂടി നമ്മൾ നടക്കും. അത് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രമ്യതപ്പെടും. രമ്യതപ്പെട്ടിട്ട് അന്ന് വൈകിട്ട് വീണ്ടും അടിയുണ്ടാകും. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ അടിയുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല, ഇത് വലിയ പ്രശ്നമാണ്, ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടുപിടിക്കണം, ഈ അടി ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. അങ്ങനെ ഒരു ഞായറാഴ്ച ഞങ്ങൾ കുർബാന എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ചു. നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കിയൊക്കെ പോകുന്നത് ശരിയാവത്തില്ല, നമ്മളെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്, എന്താണ് ഇതിനൊരു പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാകണം. അങ്ങനെ പതുക്കെ ഒന്ന് സൈലൻ്റായിട്ട് രണ്ടുപേരും ഇരുന്ന് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി. ആ മനസ്സിലായ കാര്യമാണ് ഞങ്ങളെ വണ്ടറാക്കിയത്. എനിക്ക് വേണ്ടിയല്ല ഞാൻ അടി ഉണ്ടാക്കുന്നത്, ബിൻസിക്ക് വേണ്ടിയല്ല ബിൻസി അടി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അടി ഉണ്ടാക്കുന്നത് വേറെ ആർക്കെങ്കിലും വേണ്ടിയാണ്. ഒന്നെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, അല്ല അവളുടെ വീട്ടുകാർക്ക് വേണ്ടി, എൻ്റെ ബന്ധുക്കാർക്ക് വേണ്ടി, അവളുടെ ബന്ധുക്കാർക്ക് വേണ്ടി, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി, അവളുടെ ഫ്രണ്ട്സിന് വേണ്ടി. അതിലേക്ക് എന്നെ പിടിച്ചു വലിക്കും, ഇതിലേക്ക് ഞാൻ അവളെ പിടിച്ചു വലിക്കും. എന്നിട്ട് നമ്മൾ 6 പേരും പറഞ്ഞാണ് അടി ഉണ്ടാകുന്നത്, അവർക്ക് ഒരു പ്രശ്നമില്ല, അവരും മിണ്ടാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. നമ്മളിവിടെ കിടന്ന് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അന്ന് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഈ വേണ്ടാത്ത സാധനത്തിനെടുത്ത് ദൂരെ കളയണം. എന്നിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി, നമ്മൾ ആരെക്കുറിച്ചും സംസാരിക്കുന്നില്ല എന്നൊരു തീരുമാനം അന്ന് വീട്ടിലെടുത്തു. നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച്, നിന്നെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഈ ഭവനത്തെക്കുറിച്ച്, ഇത് കഴിഞ്ഞ് വേറൊരു സംസാരം നമുക്ക് വേണ്ട. അങ്ങനെ ഒരു വലിയ നോയമ്പ് വന്നു. വലിയ നോയമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ വർഷത്തെ നോയമ്പ്, ഈ വർഷം ഈ നോയമ്പിന് ഞങ്ങൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണു, കാരണം പറഞ്ഞ് നാക്കിന് തഴമ്പ് വന്നിട്ടുണ്ടല്ലോ. സാരമില്ല, എണീറ്റ് കുറച്ചും കൂടി മുമ്പോട്ട് പോയി. 10-45 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ ഒരു 90% ഫോൺ കോൾസ് കട്ടായി. അനാവശ്യമായിട്ട് നമ്മൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിൽ ഇങ്ങോട്ടും സംസാരിക്കില്ല. ഓക്കെ, അങ്ങോട്ട് നമ്മളൊരു കാര്യം ഇനിഷ്യേഷൻ എടുക്കാതെ ഇങ്ങോട്ട് ഒരാൾ പറയില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് പറയാൻ ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. എന്നാ ഉണ്ട്, സുഖമാണ്, ആ സുഖമാണ്, സന്തോഷമായിട്ട് പോകുന്നു, ഓക്കെ, അവിടെയും ഓക്കെ അല്ലേ. അതിൽ ഉപരി വേറൊരു കാര്യം നമ്മൾ ചോദിക്കുന്നില്ല, ഇങ്ങോട്ട് ചോദിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പതുക്കെ ഈ സ്ട്രെസ്സൊക്കെ അങ്ങ് പോകാൻ തുടങ്ങി. അപ്പോൾ ഇതും ഒരു ശാന്തരായി കഴിഞ്ഞപ്പോഴാണ്. കാരണം സങ്കീർത്തനം 46:10 പറയുന്നത്, ശാന്തനാവുക, ഞാൻ ദൈവമാണെന്നറിയാം. ശാന്തനാവുക, ഞാൻ ദൈവമാണെന്നറിയാം. കാരണം ആ ശാന്തതയിലെ നമുക്കിതൊക്കെ ഒന്ന് മനസ്സിലാക്കി കിട്ടത്തുള്ളൂ. ഇനി അടുത്ത ഒരു സൈലൻസ് ആയിട്ട് നമ്മളൊരു ശാന്തതയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ വൈകാരിക തലങ്ങളെ നമുക്ക് ശക്തമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. പെട്ടെന്ന് കയറി ചൂടാവില്ല, പെട്ടെന്ന് കയറി ചീത്ത പറയില്ല, പെട്ടെന്ന് കയറി തല്ലില്ല. ശാന്തരായിരിക്കും, മിണ്ടാതിരിക്കും. കാരണം അങ്ങനെ വരുന്ന വൈകാരിക തലങ്ങൾ, ഇമോഷണൽ, പെട്ടെന്ന് കരയില്ല, പെട്ടെന്ന് ഇങ്ങനെ സങ്കടത്തിലേക്ക് ആഴ്ന്നു പോകത്തില്ല, പെട്ടെന്ന് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് വറീഡാവില്ല. പരിശുദ്ധ അമ്മയൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് കയറുമ്പോൾ കുലുങ്ങരുത്, പെട്ടെന്ന് മനസ്സ് വിട്ടു പോകരുത്. അപ്പോൾ അത് നീ ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് കുലുങ്ങരുത്. ഇനി ഒരു സാഹചര്യം പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്യരുത്. ഇതെല്ലാം നമ്മളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയുള്ള അപ്പം നമ്മുടെ ഇമോഷൻസിനെ കംപ്ലീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഒരു ശാന്തരായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു പ്രോസസ്സ് നമുക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് ഈ വഴിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും. ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഓഫീസിലായിക്കൊള്ളട്ടെ, വീട്ടിലായിക്കൊള്ളട്ടെ, ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇങ്ങനത്തെ റിസൾട്ട് നമുക്കുണ്ടാവും എന്ന ഒരു സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ്, ശാന്തരായിട്ടിരിക്കുമ്പോഴാണ്. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ ഭയങ്കര ക്രിയേറ്റീവായിരിക്കും നമ്മൾ. കാരണം ഇങ്ങനെ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇമാജിനേഷൻസ് കൂടും, അല്ലേ? അബ്ദുൽ കലാം സാറൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെയൊക്കെ പഠിപ്പിക്കാറില്ലേ, നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം, നിങ്ങൾക്ക് ഇമാജിനേഷൻസ് ഉണ്ടാവണം. ആ ഇമാജിനേഷൻസാണ് ക്രിയേറ്റിവിറ്റിയിലേക്ക് നയിക്കപ്പെടുന്നത്. ആ ഇമാജിനേഷനിൽ നിന്നാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ആ ഭാവനയിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ വിടരുന്നത്, അല്ലേ? നമ്മൾ ദൈവത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നമുക്ക് ഭാവനകൾ ഉണ്ടാവണം. നമ്മുടെ ഭവനത്തെക്കുറിച്ച്, നമ്മുടെ വീടിനെക്കുറിച്ചൊരു ഭാവന ഉണ്ടാവണം. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ വീട് ഇങ്ങനെയായിരിക്കണം, ഒരു ഇമാജിനേഷൻ നമുക്കുണ്ടാവണം.
അതനുസരിച്ച് വേണം നമ്മൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇനി അടുത്ത വർഷം നമ്മുടെ ലെവൽ ഇങ്ങനെയായിരിക്കണം. ഒരു ഫോക്കസ്, ഒരു ഡ്രീം, ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഗോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അതനുസരിച്ച് പതുക്കെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങണം. അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി തലത്തിലേക്ക് പതുക്കെ നമ്മളെ നീങ്ങാൻ പറ്റും. പിന്നെ ശാന്തരായിട്ടിരിക്കുന്നവരുടെ സ്വഭാവം ഒരു ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, എടുക്കുന്ന കാര്യങ്ങൾ, എഴുതുന്ന കാര്യങ്ങൾ, എന്ത് കാര്യമായിക്കൊള്ളട്ടെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ഒരു ശാന്തശീലർ. അതുകൊണ്ടാണ് വചനമൊക്കെ ഇങ്ങനെ പറയുന്നത്, ശാന്തശീലർ ഇങ്ങനെ ഭൂമി അവകാശമാക്കി എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഒരു എബിലിറ്റി കാണും. കാരണം അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങും. കാരണം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലും അതിനകത്തൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും അവർ ചെയ്യുന്നത്. കാരണം അവർ ആ ചെയ്യുന്ന കാര്യത്തോടെ ഒരു ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക. ഒരു കുഞ്ഞിനൊരു മരുന്ന് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക. ഒരു നേഴ്സ് ആയിക്കൊള്ളട്ടെ, ഒരു മരുന്ന് കൊടുക്കുന്ന കാര്യത്തിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക. ഇനി ഒരു എൻജിനീയർ ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തിൽ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയിൽ അവൻ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക. ഇനി നമ്മൾ വചനം വായിക്കുന്ന കാര്യത്തിൽ നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കുക. കാരണം ചുമ്മാ ഇങ്ങനെ അല്ലേ, യോഹന്നാൻ ശ്ലീഹയൊക്കെ ലേഖനത്തിനകത്ത് എഴുതി വയ്ക്കുന്നത്, നിങ്ങൾ വെറുതെ വചനം വായിച്ചു പോകുന്ന ആത്മവഞ്ചകരായിട്ട് ആവാതെ വചനം പാലിക്കുന്നവരായി മാറുക. കാരണം ഒരു വചനം ഇങ്ങനെ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നല്ലതായിട്ട് ഹൈലി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് ദൈവം എനിക്കെന്താ പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, വചനമൊക്കെ തുറന്നു വെച്ചിട്ട്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ വായിക്കാൻ പോകുന്ന വചനങ്ങൾ എനിക്കെന്താന്ന് നീ ഒന്ന് മനസ്സിലാക്കി തരണേ. അങ്ങനെയൊന്നും ഞാനൊന്നും സത്യം പറഞ്ഞാൽ പുതിയ നിയമം പോലും വായിച്ച് തീർത്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. കാരണം അതൊന്നും അങ്ങനെ വായിച്ച് തീർക്കാൻ പറ്റുന്ന സാധനം അല്ലെന്നേ. വെറുതെ വായിച്ച് തീർക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് തീർക്കാം. പക്ഷെ നമുക്ക് ഈ ഒരു കൺസേണിൽ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു അധ്യായം ഒന്നും ചിലപ്പോൾ ഒരു ആയുസ്സിൽ വായിച്ച് തീർത്തൊന്നും വരില്ല. കാരണം അതാണ് ഒരു ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം അത് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ വചനങ്ങളുടെയും ഈ നിഗൂഢതകൾ അഴിയാൻ തുടങ്ങിക്കഴിയുമ്പോൾ അത് അഴിഞ്ഞ് തീരില്ല. കാരണം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്ന് പറയും. സജീവമാണത്, ഓരോ വചനവും സജീവമാണ്. അത് ഊർജ്ജസ്വലതയാണ്. ഇങ്ങനെയാണ് എനർജി, കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ് എന്നാണ് പറയുന്നത്. വൺ ഫോം ടു അനദർ ആണ് എന്ന് വെച്ച് അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ഓരോ വചനത്തിൻ്റെ ഉള്ളിലും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒക്കെ ഈ ഈക്വൽ ടു MC² എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ, അത് ഭയങ്കര എനർജി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ സ്ക്വയർ. അതെന്ന് അവരൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ അത്രമാത്രം എനർജി അതിങ്ങനെ കൺസർവേറ്റ് ചെയ്ത് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് എനർജി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ഓരോ വചനത്തിനായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വചനത്തിൻ്റെ ഉള്ളിലും കർത്താവ് ഒരുക്കി അല്ലെങ്കിൽ അമർത്തി വെച്ചേക്കുന്നത് ഒരു 10,000 ആറ്റം ബോംബിനെ കഴിഞ്ഞ് പവറുള്ള എനർജിയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് തിരികെ കയറ്റി വെച്ചേക്കുന്നത് കർത്താവ്. അതങ്ങോട്ട് പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു കൃപയുടെ ഒഴുക്കായിരിക്കും, ഒരു കൃപയുടെ പകർച്ചയായിരിക്കും പോകുന്നത്. കാരണം അത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആവാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ശാന്തരായിരിക്കണം. ബൈബിൾ വായിക്കുന്ന സമയത്ത്, ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ശാന്തരായിരിക്കണം. ഓരോ വാക്കുകളും ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്തൊക്കെ അതുപോലെ ശാന്തരായിരിക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ശാന്തത നമുക്കുണ്ടാവണം. കാരണം ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് എൻ്റെ ദൈവത്തോട് ഞാൻ പറയുന്നത്, എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടാവണം, വ്യക്തമായ ഐഡിയ. ഞാൻ കുമ്പസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നത്, എവിടാണ് മാറ്റം വരുത്തേണ്ടത്, അതും എനിക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാവണം. കാരണം ഈ കുമ്പസാരം കഴിയുമ്പോൾ എനിക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവണം, എനിക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം, ഇതിലേക്ക് ഞാൻ മാറ്റപ്പെടണം, ഇന്ന കൃപയിലേക്ക് ഞാൻ മാറ്റപ്പെടണം. അതുപോലെ തന്നെ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരാളോട് സംസാരിച്ചാൽ അത് പാഴാവരുത്, ഒരു കാര്യം പറഞ്ഞാൽ പാഴാവരുത്. ഒരു 5 മിനിറ്റ് ഒരാളോട് സംസാരിച്ചാൽ അയാളെ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഒന്നും നമ്മൾ പാഴാവരുത്. മോർ റിസൾട്ട് ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മൾ. എഫക്റ്റീവ് ആയിരിക്കണം ചെയ്യുന്ന കാര്യങ്ങൾ, എഫക്റ്റീവ് ആയിരിക്കണം. ഇനി ഇങ്ങനെ ശാന്തരായിട്ടുള്ളവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, അവരൊരു ബെറ്റർ ലിസ്ണർ ആയിരിക്കും. കേൾക്കാൻ കൃപയുള്ള ഒരാളായിരിക്കും, അധികം സംസാരിക്കത്തില്ല. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്.
പ്രത്യേകിച്ച് പതുക്കെ ഞാനൊക്കെ ഒരു 2011, 12 കാലഘട്ടങ്ങളിലൊക്കെ ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു. ടോക്കറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചലവല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു മിനിറ്റ് വായിക്ക് റെസ്റ്റ് കൊടുക്കത്തില്ല. അങ്ങനെ എനിക്ക് ബഹുമാനപ്പെട്ട ഒരു സിസ്റ്റർ ഇടയ്ക്ക് ചെന്നു. തമിഴാണ് സിസ്റ്റർ, ഈ പഞ്ചക്ഷതങ്ങളൊക്കെ ഉള്ളൊരു സിസ്റ്ററാണ്. തഞ്ചാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സിസ്റ്ററുമായിട്ട് ഒത്തിരി പേഴ്സണലി അടുപ്പമുണ്ട്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇനി ചലവല എന്ന് സംസാരിക്കാതെ വാ പൂട്ടിക്കെട്ടണം. തമിഴിലാണ് പറഞ്ഞു തരുന്നത്. വാ പൂട്ടിക്കെട്ടണം. അതിന് നീ ഒരു കാര്യം ചെയ്യണം, വ്യാഴാഴ്ചകളിൽ മൗനവ്രതം എടുക്കണം. അന്നൊക്കെ നമുക്കിത് ചിന്തിക്കാൻ പറ്റത്തില്ല. വ്യാഴാഴ്ചകളിൽ മൗനവ്രതം എടുക്കാനോ, ഇന്നിങ്ങനെ നമ്മൾ സംസാരിക്കാതിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ വ്യാഴാഴ്ച അന്ന് ഒന്നും മിണ്ടാതിരിക്കും. ഒരക്ഷരം മിണ്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് വാ പൂട്ടിയിരിക്കും. അന്നായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കാനായിട്ട് നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ വാ പൂട്ടിയിരിക്കുകയായിരുന്നു. ആ ഇടയ്ക്കൊക്കെയാണ് ഒരു ദിവസം ഇങ്ങനെ പതുക്കെ പഠനമെല്ലാം കഴിഞ്ഞ് ജോലിയിലേക്കൊക്കെ കയറുന്നു, ഇങ്ങനെ വ്യാപൃതനായിട്ട് നടക്കുന്നു. ആ സമയത്താണ് ഇങ്ങനെ വാഗമൺ ആശ്രമത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുന്നത്. അവിടെ വെച്ച് ഒരു 3 ദിവസമാണ് ഞാൻ സ്പെയർ ചെയ്തത്. 3 ദിവസം നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ കണ്ടംപ്ലേറ്റീവ് ഫാദേഴ്സാണ്. നമ്മളെന്തെങ്കിലും സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒഴിവായി പോകും. അവർ സംസാരിക്കില്ല നമ്മളോട്, ഒരക്ഷരം മിണ്ടത്തില്ല. അവിടെ വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ മിണ്ടാതിരിക്കാനുള്ള ഒരു കൃപ കർത്താവ് തരുന്നത്. അങ്ങനെ തന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ശക്തിയാണ് അത്. അങ്ങനെ നമ്മൾ മിണ്ടാതെ വാ പൂട്ടിക്കഴിയുമ്പോൾ ചെവി തുറക്കും. ഇത് കണക്റ്റഡാണ്. വാ അടച്ചു കഴിയുമ്പോൾ ചെവി തുറക്കും, ചെവി അടയ്ക്കുമ്പോൾ വാ തുറക്കും. കാരണം നമുക്കൊക്കെ കേൾപ്പിക്കാനല്ലേ അറിയത്തുള്ളൂ, കേൾക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. കാരണം കേൾക്കണം, ജീവിത പങ്കാളിയെ ഇരുന്ന് കേൾക്കണം. പ്രത്യേകിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങൾ ഒത്തിരി ടോക്കറ്റീവ് ആയിരിക്കും, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അവർ ഇങ്ങനെ എല്ലാവരോടും ക്ഷമിച്ചൊക്കെ കളയും. പക്ഷെ അവരൊന്നും മറക്കാത്തവരാണ്. ജീവിതത്തിൽ ഒരു കാര്യം അവർ മറക്കത്തില്ല. 10 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നാളെയും പറയും, നാളെ കഴിഞ്ഞും പറയും, അതിൻ്റെ നാളെയും പറയും, മരിക്കുന്നവരെ പറയും. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മളിരുന്ന് കേൾക്കണം. ഞാനൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് വൈഫിനെയൊക്കെ ഇരുന്ന് കേൾക്കാറുണ്ട്. മിണ്ടാതിരുന്ന് കേൾക്കും. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു, ഇതല്ലേടി നീ ഇന്നലെയും പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാനതങ്ങനെ ചോദിക്കില്ല, മിണ്ടാതിരുന്ന് കേൾക്കും. എല്ലാം കേട്ട് കഴിയുമ്പോൾ പറയും, എന്നാൽ നമുക്ക് ഇന്ന പോലെ ചെയ്താലോ. ഇതാദ്യം പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറയും. കാരണം കേൾക്കണം. നമ്മളൊരാളെ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളൊരാളെ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നന്നായിട്ട് ആ വ്യക്തിയെ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാകും. ഫോസ്റ്റിനാമയുടെ ഡയറിക്കകത്തൊക്കെ അമ്മ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരാത്മാവ് വേദനിച്ച് നിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആ ആത്മാവിൻ്റെ മാനസിക അവസ്ഥ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് വ്യക്തമായ ഐഡിയ കിട്ടാതെ ആ വ്യക്തിയുടെ വാ തുറക്കരുതെന്നാണ് പറയുന്നത്. അത് ഐഡിയ കിട്ടണമെങ്കിൽ ആ വ്യക്തിയെ കേട്ടേ പറ്റത്തുള്ളൂ. ഒരു 2 മണിക്കൂർ ഇരുന്ന് കേട്ടാൽ മതി. കേട്ട് കഴിയുമ്പോൾ പതുക്കെ ആ വ്യക്തി ഏത് അവസ്ഥയിലൂടെയാണ്, സിറ്റുവേഷനിലൂടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പിടികിട്ടും. അത് ആ വ്യക്തിയിലേക്ക് കൊടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ വ്യക്തിയെ കേൾക്കാൻ തുടങ്ങുമ്പോഴാണ്. അങ്ങനെ കേൾക്കാൻ തുടങ്ങണമെങ്കിൽ നമ്മൾ നല്ല ശാന്തരായിരിക്കണം. വീണ്ടും ശാന്തതയ്ക്കുള്ള ഏറ്റവും വലിയൊരു റിവാർഡ് ഇതാണ്. അവർക്കൊരു എബിലിറ്റി ഉണ്ട്, എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ മോർ ഡീപ്ലി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്കൊരു എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനും ആഴത്തിൽ ആ സിറ്റുവേഷനിലേക്ക് ഇറങ്ങാനും നമുക്ക് പറ്റും. ഒത്തിരി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും ഈ ശാന്തശീലർ. ഒരു പ്രശ്നത്തിൻ്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവിടെ എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് എബിലിറ്റി ടു ഒബ്സർവ് ദ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ മോർ ഡീപ്ലി എന്ന് പറയുന്നത്. അതാണ് പത്രോസ്ലീഹയുടെയൊക്കെ ഈശോ പറയുന്നത്, നീ ആഴത്തിലേക്ക് ഇറക്കി വല വിരിക്കുക. ഇച്ചിരി കൂടി ആഴത്തിലോട്ട് ഇറക്കിയെങ്കിലേ നിനക്ക് ഒരു ആത്മാവിനെ നേടാൻ പറ്റത്തുള്ളൂ. മത്സ്യത്തിൻ്റെ ഉപമയിലൂടെ പറഞ്ഞിരുന്നത് കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറക്ക്. ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കും, എന്തെങ്കിലും ഓപ്ഷൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും, അതിങ്ങനെ പറയും, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കേട്ട് കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ഒരു പിക്ചർ കിട്ടും, ഇവർ ഈ അവസ്ഥയിലൂടെയാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ എവിടെയാണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങും. എന്നിട്ട് എവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് തിരിച്ച് പറഞ്ഞാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 3 മിനിറ്റ് അല്ല, ഒരു മാക്സിമം ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരില്ല. കറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇന്ന പോലെ വന്നില്ലേ, ഇതിനെല്ലാം പ്രശ്നം തന്നെ ഈ ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിന് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഇന്ന അഡ്വാൻറ്റേജിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് യു ഷുഡ് ഡു. ഇത്ര മതി, ഇനഫ്. കാരണം അങ്ങനെ നമുക്ക് ഒരാത്മാവിനെ നേടാൻ പറ്റും. അതായിരുന്നു ഈ യാക്കോബിൻ്റെ ഒരു ബലം.
ഉൽപ്പത്തി 25-27 പറയുന്ന പോലെ യാക്കോബ് ശാന്തനായിരുന്നു, ഒരു ശാന്തനായിരുന്നു. നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശാന്തതയിലേക്ക് മടങ്ങാം. ശബ്ദ കോലാഹലങ്ങളിലല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ശാന്തതയിലാണ്, സൈലൻസിലാണ്. ദ ഗ്രേറ്റ് സൈലൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഷയാണ്. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കും, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ യാക്കോബിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ദൈവം നമുക്ക് നീട്ടുന്ന സാധ്യതകളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. യാക്കോബ് അനുഗ്രഹങ്ങളൊക്കെ തട്ടിയെടുത്തതുപോലെ, ഏസാവിൻ്റെ കയ്യിൽ നിന്ന് കടിഞ്ഞൂൽ അവകാശം തട്ടിയെടുത്തതുപോലെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ച് തരും. അതിനെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളൊരു കൃപയിലേക്ക്, അത് യാക്കോബിൻ്റെ ഒരു ചതിയുടെ ഒരു സാധനമല്ല, അത് ദൈവം കൊടുത്തൊരു കൃപയാണ് ഓപ്പർച്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അത് അവസരങ്ങളൊക്കെ ദൈവം ഒറ്റ പ്രാവശ്യമൊക്കെ വെച്ച് നീട്ടത്തുള്ളൂ. അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ നല്ല ലോജിക്കുള്ള ഒരാൾ, ഒരു കണക്ടിവിറ്റി നമുക്ക് ചിന്തിക്കണം. വരും വരാഴിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതനുസരിച്ചേ നമുക്ക്, പിന്നെ പ്രാർത്ഥനയുടെ, ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, അമ്മാവൻ്റെയൊക്കെ അവിടെ 40 വർഷക്കാലം സഹിച്ചു, ഒത്തിരി വേദനകൾ തിന്നു, ഒത്തിരിയേറെ ബുദ്ധിമുട്ടി. എന്നിട്ട് അനിയത്തിയെ കാണിച്ചിട്ട് ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, സഹിച്ചു. കാരണം അതൊക്കെ ഒരു ശാന്തതയുടെ റിവാർഡായിരുന്നു. അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അവസാനം ഒരു തലമുറ യാക്കോബിൽ നിന്ന് വീണ്ടും ഉണ്ടാവുന്നു. ഒരു 12 ഗോത്രങ്ങൾ യാക്കോബിൽ നിന്നുണ്ടാവുന്നു. 12 ഗോത്രങ്ങളുടെ തലവനായിട്ട് യാക്കോബ് വരുന്നു. ഭയങ്കര ഒരു അനുഗ്രഹത്തിലേക്ക് യാക്കോബിൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നു. അതിനെല്ലാം തുടക്കം ഇതാണ്, യാക്കോബ് ശാന്തനായിരുന്നു. കർത്താവെ, എൻ്റെ ഹൃദയത്തെയും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ഒരു ശാന്തതയുള്ള ഒരു ഹൃദയം നീ എനിക്ക് തരണമേ. ശാന്തതയുള്ള ഒരു ജീവിതം നീ നയിക്കാൻ ഒരു കൃപ തരണമേ. അതിലൂടെ വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് നീ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഔസേപ്പിതാവേ, ശാന്തതയുടെ ഏറ്റവും വലിയ ഉദാഹരണം നീയാണല്ലോ. വാ തുറന്ന് നീ ഒരു കാര്യം പറഞ്ഞതായിട്ട് വചനത്തിലെങ്ങുമില്ല. എൻ്റെ ഔസേപ്പിതാവേ, നിന്നെപ്പോലെ ശാന്തനായിട്ട് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു. സ്വർഗം തുറക്കണമേ, കൃപ വർഷിക്കണമേ. ആമേൻ.